നമസ്കാരം, ആയുർ ജീവനത്തിലേക്ക് സ്വാഗതം. ചെവിയുടെ ബാലൻസ് തെറ്റിയുണ്ടാകുന്ന തലചുറ്റൽ അല്ലെങ്കിൽ വെർട്ടിഗോ എന്ന രോഗത്തെപ്പറ്റിയാണ് ഇന്ന് ആയുർ ജീവനത്തിൽ പരാമർശിക്കുന്നത്. മധ്യപ്രായത്തിന് മുകളിലാണ് ഈ രോഗം കൂടുതലായി കാണുന്നത്. ഇതിന് സ്ത്രീ പുരുഷ ഭേദമില്ല. ചെവിയുടെ ബാലൻസിങ് സംവിധാനം തകരാറിലായാണ് ഈ തലചുറ്റൽ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ രോഗം ഉണ്ടാകുന്നതെന്ന് നോക്കാം. ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ബാലൻസ് നിർണ്ണയിക്കുന്നത് നിരവധി ഘടകങ്ങളുടെ ഏകോപനം മൂലമാണ്. കണ്ണിൻ്റെയും ചെവിയുടെയും മസ്തിഷ്കത്തിൻ്റെയും അസ്ഥികളുടെ സന്ധികളുടെയും ഏകോപനമാണ് ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. ഇതുകൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആന്തരകർണത്തിലുള്ള വെസ്റ്റിബുലാർ സിസ്റ്റമാണ്. ഈ സംവിധാനത്തിൻ്റെ അറകൾക്കുള്ളിൽ എൻഡോലിഫ് എന്നൊരു ദ്രാവകമുണ്ട്. ഈ ദ്രാവകം കഴുത്തും ശിരസും വെട്ടിക്കുന്നതിനനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നിന്നുള്ള കോശങ്ങൾ ഇത് സംബന്ധിക്കുന്ന സംവേദനങ്ങൾ ബ്രെയിനിലെത്തിക്കുന്നു. വെർട്ടിഗോ എന്ന രോഗത്തിൽ ഈ എൻഡോലിഫിൽ ചില കണങ്ങൾ രൂപപ്പെടുന്നു. ഇവ തെറ്റായ സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്ക് അയക്കുന്നു. ഇത് തലചുറ്റലിനും ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്നതിനും ഇടയാവുന്നു. രോഗനിർണയം എങ്ങനെയെന്ന് നോക്കാം. രോഗി പറയുന്ന ലക്ഷണങ്ങളും രോഗചരിത്രവും വെച്ച് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയും. ഈ രോഗം ഒരിക്കലും സ്വയം ചികിത്സ പാടില്ലാത്തതാണ്. കാരണം വളരെ നിസ്സാര കാരണങ്ങൾ കൊണ്ടും അതുകൂടാതെ മസ്തിഷ്കത്തിൻ്റെ ഗുരുതരമായ രോഗങ്ങൾ കൊണ്ടും തലചുറ്റലുണ്ടാവാം. തലച്ചോറിൽ ട്യൂമർ ഉണ്ടാവുക, സ്ട്രോക്ക് ഉണ്ടാവുക ഈ സമയത്തും തലചുറ്റലൊരു ലക്ഷണമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈദ്യനിർദ്ദേശം തേടേണ്ടതുണ്ട്. മറ്റു രോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കാൻ തലയുടെ CT സ്കാൻ, MRI സ്കാൻ, രക്തപരിശോധനകൾ ഇവയും ചെയ്യാറുണ്ട്. ആയുർവേദ ചികിത്സ ഈ രോഗത്തിൽ വളരെ ഫലപ്രദമാണ്. 1-2 മാസം മരുന്ന് കഴിക്കേണ്ടി വരും. വൈദ്യനിർദ്ദേശപ്രകാരം ഉള്ളിലേക്കുള്ള കഷായങ്ങളും മരുന്നുകളും കഴിക്കണം. ശിരസിൽ തൈലം വെച്ച് കുളിക്കുക, ചെവിയിൽ എണ്ണ ഇറ്റിക്കുക, ഇവയെല്ലാം തന്നെ രോഗശമനത്തിന് സഹായിക്കുന്നു. ഇനി മറ്റൊരു വിഷയവുമായി ആയുർ ജീവിതത്തിൽ വീണ്ടും കാണാം. നന്ദി.